പോലീസ് ജീപ്പിൽ നിന്ന് മദ്യക്കുപ്പിയും പുകയില ഉൽപ്പന്നവും ചീട്ടും കണ്ടെടുത്ത സംഭവത്തിൽ കരിമണ്ണൂർ എസ്ഐ NS റോയിയുടെയും CPO ജിജോ ആന്റണിയുടെയും രക്തപരിശോധനാ ഫലം വൈകുന്നു. 2 ദിവസത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞ ഫലം ഇനിയും ലഭ്യമായില്ലെന്നാണ് പോലീസ് പറയുന്നത്. പരിശോധനാ ഫലം വൈകിപ്പിക്കുന്നത് അട്ടിമറിയിലൂടെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് സൂചന. അതേസമയം പോലീസ് വാഹനത്തിൽ മദ്യക്കുപ്പി എങ്ങനെ വന്നുവെന്ന് വ്യക്തതയില്ലെന്നാണ് കരിമണ്ണൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വിവരങ്ങളുമായി അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഗുഡ് മോർണിംഗ്. അഖിൽ, ഈ പോലീസ് ജീപ്പിൽ നിന്ന് ഈ മദ്യക്കുപ്പിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ കണ്ടെടുത്ത സാഹചര്യത്തിൽ ഈ പോലീസുകാരുടെ രക്തപരിശോധനാ ഫലം വൈകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് എടുക്കാത്തത് മൂലം അല്ലെങ്കിൽ ഈ രക്തപരിശോധനാ ഫലം നടത്താത്തത് മൂലം ഈ കേസ് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നതായിട്ടുള്ള വലിയ രീതിയിലുള്ള ആരോപണവും ഉയരുന്നുണ്ട്. എന്താണ് വസ്തുത? അവന്തിക, തീർച്ചയായും ഒരു വലിയ അട്ടിമറിയുടെ സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കാരണം 19-ാം തീയതി രാത്രിയിലായിരുന്നു ഇത്തരത്തിൽ തൊടുപുഴ മങ്ങാട്ട് കവലയിൽ ഒരു യുവജന ക്ലബിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്കായി ഒരു ബിഗ് സ്ക്രീൻ പ്രദർശനം, ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിന്റെ ബിഗ് സ്ക്രീൻ പ്രദർശനം നടക്കുന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ മദ്യപിച്ചെത്തിയെന്ന് ആരോപിച്ച് നാട്ടുകാർ ഈ കരിമണ്ണൂർ SI ആയിട്ടുള്ള NS റോയിയെയും ജിജോ ആന്റണിയെയും തടഞ്ഞു വെക്കുകയും ശേഷം തൊടുപുഴ CI എത്തുമ്പോൾ ആ വാഹനത്തിൽ നിന്നായി ഒരു മദ്യത്തിൻ്റെ കുപ്പിയും അതോടൊപ്പം തന്നെ ഒരു ചീട്ടും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തുന്നത്. ഇത് രാവിലെ 20-ാം തീയതി രാവിലെ തന്നെ ഈ രണ്ടുപേരെയും തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് രക്തസാമ്പിൾ കളക്ട് ചെയ്ത് അന്ന് രാവിലെ തന്നെ കാക്കനാടുള്ള റീജിയണൽ കെമിക്കൽ എക്സാമിനേഷൻ സെന്ററിലേക്ക് ഈ രക്തപരിശോധനയ്ക്കായി ഈ സാമ്പിളുകൾ എത്തിച്ചതാണ്. എന്നാൽ ഇന്നിപ്പോൾ 4 ദിവസം പിന്നിടുകയാണ് ഈ രക്തസാമ്പിളുകൾ നൽകിയിട്ട്. ഇന്ന് ഇതുവരെ ഈ നേരം വരെയും നിലവിൽ ഇതുവരെ ആ രക്തപരിശോധന സാമ്പിളുകൾ ലഭ്യമല്ല. ഇത് തന്നെ ഒരു വലിയ അട്ടിമറിയുടെ സൂചനയാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഒരാളെ പിടിക്കുന്നു അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചൊരു വാഹനം അപകടത്തിൽപ്പെടുന്ന ഘട്ടത്തിൽ ആ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനായി അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ആ വണ്ടി ഓടിക്കുന്ന ആളെ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ രക്തം അവിടെ വെച്ച് പരിശോധിക്കുകയും ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കുക. അതാണ് പോലീസ് നാളിതുവരെ ഈ സാധാരണക്കാരുടെ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നൊരു നയം. എന്നാൽ ഇവിടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ട് പോലീസ് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെയും നടത്തിയത് പ്രാഥമിക പരിശോധന എന്ന് പറയുന്നത് ബിഹേവിയറൽ ടെസ്റ്റ് മാത്രമാണ്. അതായത് ഇവരുടെ രക്തത്തിൽ മദ്യമുണ്ടോ എന്നുള്ള യാതൊരുവിധ ശാസ്ത്രീയ പരിശോധനകളും അവിടെ നടത്തിയിട്ടില്ല. പകരം അവർ കഴിച്ചിട്ടുണ്ടോ എന്ന് അവരുടെ ബിഹേവിയർ അനുസരിച്ച്, അതാണ് പ്രാഥമിക പരിശോധനയിൽ കഴിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബ്രത്ത് അനലൈസർ തൊടുപുഴയിൽ മങ്ങാട്ട് കവലയിൽ എത്തിച്ചിരുന്നു. ആ ബ്രത്ത് അനലൈസർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം വലിയ രീതിയിൽ നടത്തിയിരുന്നു. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിലടക്കം മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ് ഇവരെ വൈദ്യപരിശോധനയ്ക്കായി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അത്തരത്തിൽ ഇന്നലെ ഈ രക്തസാമ്പിൾ ഇന്നലെ ലഭിക്കുമെന്ന സൂചനയെ തുടർന്ന് ഇന്നലെ നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇനിയും ഒരാഴ്ച താമസിക്കും എന്നുള്ള മറുപടിയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഇതുവരെ ഈ മദ്യക്കുപ്പി പോലീസ് ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയതിൽ യാതൊരുവിധ വകുപ്പ് തല അന്വേഷണങ്ങളും ആരംഭിച്ചിട്ടില്ല. യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതായത് മനഃപൂർവ്വം റിപ്പോർട്ട് വൈകിപ്പിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് ഈ വരും ദിവസങ്ങളിൽ ഈ വിഷയം മാറ്റിവിട്ട് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിലവിൽ കേരള പോലീസും തൊടുപുഴ പോലീസും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ രക്തസാമ്പിൾ പരിശോധനാ ഫലം വൈകുന്നതിനെ നമ്മൾ കാണേണ്ടി വരും. അല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ സമയം കേസിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കേണ്ടതാണ്. അന്ന് രക്തപരിശോധന സാമ്പിൾ എടുക്കുന്നു, സാമ്പിളിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ വരുന്നു. അത്തരത്തിൽ ഇതിൻ്റെ വലിയ കാര്യക്ഷമത അവർ കാണിക്കേണ്ടതാണ്. എന്നാൽ ഒരു പോലീസുകാരൻ പ്രതിയായി വരുമ്പോൾ മാത്രം ഈ കേസ് അട്ടിമറിക്കാനായി ആ രക്തസാമ്പിൾ പരിശോധനാ ഫലം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നുള്ള സംശയം
വളരെയധികം ബലപ്പെട്ട് നിൽക്കുന്നതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൽ എങ്ങനെ ഒരു മദ്യക്കുപ്പി ഈ നാട്ടുകാർക്കെതിരെ ഈ തടഞ്ഞു വെച്ച നാട്ടുകാർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പിൽ കേസെടുക്കുമ്പോഴും പോലീസിന് ഇപ്പോഴും ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് എങ്ങനെ വാഹനത്തിനുള്ളിൽ ആ മദ്യക്കുപ്പിയും എങ്ങനെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വന്നു. ഒരു ആളിൽ നിന്ന് അത്തരത്തിൽ കണ്ടെത്തുന്നതാണെങ്കിൽ കൃത്യമായ രേഖകൾ അതാ ജീപ്പിലോ അല്ലെങ്കിൽ സ്റ്റേഷനിലോ ഉണ്ടാകണം. ഇതൊന്നും ഈ കാര്യത്തിലില്ല. ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള രേഖയും എങ്ങനെ ഇത് വന്നു എന്നുള്ള രേഖയൊന്നും ആ വാഹനത്തിനുള്ളിൽ ഇത് കൃത്യമായി തൊടുപുഴ CI സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ നിലനിൽക്കുന്ന ദുരൂഹതകൾ കേസ് അട്ടിമറിക്കാനുണ്ടെന്നുള്ള സംശയം നാട്ടുകാർക്ക് വളരെയധികം ബലപ്പെട്ട് നിൽക്കുകയാണ് അവന്തിക നിലവിൽ. അഖിൽ, ഈ നാട്ടുകാർക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ ഈ SI നൽകിയ പരാതിയെ തുടർന്ന് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഈ SIയും CPOയും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ലേ? കാരണം എങ്ങനെയാണ് ഈ ജീപ്പിനുള്ളിൽ ഈ മദ്യക്കുപ്പിയും ലഹരി വസ്തുക്കളും വന്നതെന്ന ചോദ്യത്തിൽ ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. തീർച്ചയായും അവന്തിക, ഇവരെ തടഞ്ഞു, അതായത് മദ്യപിച്ച് അവിടെ ആ ബിഗ് സ്ക്രീൻ പ്രദർശനം അവസാനിപ്പിക്കണമെന്ന കടുത്ത നിലപാടിലാണ് കരിമണ്ണൂർ SI ആയിട്ടുള്ള NS റോയി എത്തുന്നത്. ഒപ്പം ആണെങ്കിൽ CPO ആയിട്ടുള്ള ജിജോ ആന്റണി, ഇവർ രണ്ടുപേരും എത്തുന്നത് കടുത്ത നിലപാടിലാണ്. അവിടെയുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകൾ, യുവജനങ്ങളായിരുന്നു കൂടുതൽ. ലോകകപ്പ് ഫൈനൽ നടക്കുന്ന ഒരു വേദിയായിരുന്നു. അവിടെ എത്തി ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അവർ സമാധാനപരമായി പറയുന്നൊരു കാര്യം, ലോകകപ്പിന്റെ സമ്മാന വിതരണം അവസാനിച്ചതിന് ശേഷം തങ്ങൾ പിരിഞ്ഞു പൊക്കോളാം, യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രശ്നം. അവിടെ പോലീസിന്റെ സാന്നിധ്യം പോലും ആവശ്യമുണ്ടായിരുന്നില്ല, യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് സംശയം തോന്നിയ ജനങ്ങളാണ്, അത് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ട ആളുകളാണ് ഇത്തരത്തിൽ NS റോയിയെയും ഈ CPO ആയിട്ടുള്ള ജിജോ ആന്റണിയെയും അവിടെ വാഹനത്തിൽ തടഞ്ഞു വെക്കുകയും വാഹനം പരിശോധിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് തൊടുപുഴ CIയെ മങ്ങാട്ടുകവലയിൽ വിളിച്ചു വരുത്തി വാഹനം പരിശോധിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത്. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് ഒരു മദ്യക്കുപ്പിയും ഈ ഒരു ചീട്ടും നിരോധിത ലഹരി വസ്തുവും കണ്ടെത്തുന്നത്. ആ കണ്ടെത്തിയിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ നാട്ടുകാർക്കും ആ തടയാൻ നേതൃത്വം നൽകിയ തൊടുപുഴ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെയുള്ള തൊടുപുഴ CPIഎമ്മിൻ്റെ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾക്കെതിരെയൊക്കെ കേസെടുക്കുമ്പോഴും ഓപ്പോസിറ്റ് വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനത്തിൽ നിന്ന് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് എന്ന് പോലീസുകാർ പറയുന്ന സമയത്ത് ഇത്തരത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ മദ്യപിച്ചു എന്നാരോപിച്ച് ഒരു റിപ്പോർട്ട് പോലും മേലുദ്യോഗസ്ഥർക്ക് നൽകാൻ നിലവിൽ ഇതുവരെ തൊടുപുഴ പോലീസ് തയ്യാറായിട്ടില്ല. അതായത് മനഃപൂർവ്വം റിപ്പോർട്ട് വൈകിപ്പിച്ചുകൊണ്ട് ഈ രക്തസാമ്പിൾ പരിശോധനാ ഫലം അനുകൂലമാക്കി എടുത്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന് അനുകൂലമായി റിപ്പോർട്ട് നൽകാനുള്ള ശ്രമമാണ് നിലവിൽ തൊടുപുഴ പോലീസ് നടത്തുന്നതിന്. അതിന് മറ്റൊരു കാരണം കൂടിയായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഈ ഉദ്യോഗസ്ഥൻ ഏറെ നാളുകൾ ഈ തൊടുപുഴ സ്റ്റേഷനിലെ SI ആയി ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ ബന്ധങ്ങളുണ്ട്, അവിടുത്തെ പോലീസുകാരുമൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളുണ്ട്, നാളുകളായി ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷമാണ് കരിമണ്ണൂരിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്തപരിശോധനാ ഫലത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടു. അതിനുവേണ്ടി തന്നെയാണ് സാധാരണ നടപടിക്രമം അനുസരിച്ച് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ഈ രക്തം പരിശോധിക്കുക എന്നുള്ളതാണ് സ്വാഭാവിക നടപടിക്രമമായിട്ട് ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസിലൊക്കെ അനുവർത്തിക്കുന്ന ഒരു നയമെന്ന് പറയുന്നത്. പോലീസ് പ്രതിയാകുമ്പോൾ കൂടുതൽ ആധികാരികതയ്ക്ക് വേണ്ടി ആയിരിക്കാം കാക്കനാടേക്ക് അയച്ചത് എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മളടക്കമുള്ള ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ് എന്നിപ്പോൾ സംശയിക്കേണ്ടി വരുന്നു. കാരണം ഇന്നിപ്പോൾ 4 ദിവസമായി ഈ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി കൊടുത്തിട്ട് 4 ദിവസമായിട്ടും ഈ രക്തസാമ്പിൾ പരിശോധനയുടെ ഒരു സൂചനയും നിലവിൽ ലഭ്യമായിട്ടില്ല. ഇനിയും ഒരാഴ്ച വൈകുമെന്നാണ് പോലീസ് നൽകുന്ന സ്ഥിരീകരിക്കാത്ത വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഈ NS റോയിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ട്, വകുപ്പ് തല നടപടി അല്ലെങ്കിൽ SP അടക്കമുള്ള ആളുകൾക്ക് റിപ്പോർട്ട് നൽകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ മനഃപൂർവ്വം വൈകിപ്പിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പോലീസ് പറയുന്ന കാര്യം, ഈ കേസെടുത്തിരിക്കുന്ന കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 200 പേർക്കെതിരെയുള്ള തുടർ നടപടികളിലേക്കും ഈ റിസൾട്ടിന് ശേഷം കടക്കും എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഏകദേശം ഈ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ പോലീസിന് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. അതിൻ്റെ ആദ്യഘട്ടം എന്നോണമാണ് ഈ FIR ഇട്ട് കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പരിപാടികൾ വളരെ ഊർജിതമായി നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് പോലീസിന് തൂഫാൻ വാരിയേഴ്സ് എന്ന് നമ്മൾ പറയുന്ന
പോലീസിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് പോലീസിനെ സംരക്ഷിക്കുന്ന നയം പോലീസ് തന്നെ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളുടെ തന്നെ ജനകീയത അല്ലെങ്കിൽ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നത് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അവന്തിക.